Hi all, welcome back to zoology class. Today we are going to discuss our last chapter, chemical coordination and integration. This chapter explains about different glands present in our body. നമ്മുടെ ബോഡിയിൽ കാണുന്ന ഡിഫറെൻറ്റ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും ആണ് ഈ ചാപ്റ്റർ കണ്ടൻറ്റ്. Observe the figure. These are the different glands present in our body. Which are they? Hypothalamus, pituitary gland, pineal gland, thyroid and parathyroid gland, thymus gland, pancreas, adrenal gland, testis and ovary. Testis is seen in males and ovaries are seen in females. ഇതൊക്കെയാണ് ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ഡിഫറെൻറ്റ് ഗ്ലാൻസ്. ഇനി ഓരോ ഗ്ലാൻസും 1 by 1 ആയി ഒന്ന് ചെക്ക് ചെയ്യാം. Endocrine glands and hormones. Endocrine glands lack ducts and are called ductless glands. Their secretions are called hormones. ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. അതുകൊണ്ടാണ് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് ആണ് ഹോർമോൺസ്. ഹോർമോൺസ് ഡയറക്റ്റായി ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഹോർമോൺസ് മൂവ് ചെയ്യാനായി പ്രത്യേക ഡക്റ്റ് ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻസ്. ഫസ്റ്റ് വൺ, hypothalamus. First gland, hypothalamus, located in the basal part of forebrain. ബ്രെയിനിന് 3 പാർട്സ് ഉണ്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇതിൽ ഫോർ ബ്രെയിനിൻ്റെ ബേസൽ പാർട്ട് താഴ്ഭാഗത്തായാണ് ഹൈപ്പോതലാമസിൻ്റെ ലൊക്കേഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂറോസെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലിയൈ വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിൻ്റെ അകത്ത് കാണുന്ന ന്യൂറോസെക്രീറ്ററി സെൽസ് ആണ് ന്യൂക്ലിയൈ ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് 4 ടൈപ്പ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, റിലീസിങ് ഹോർമോൺ, stimulate the secretion of pituitary hormones. Example, GnRH, gonadotropin releasing hormone, stimulate the pituitary gland for the synthesis and release of gonadotropins. That is, pituitary glandil നിന്നും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് റിലീസിങ് ഹോർമോൺസ്. റിലീസിങ് ഹോർമോൺസ് പോയി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സ്റ്റിമുലേറ്റ് എന്നതിൻ്റെ സിമ്പിൾ മീനിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ റിലീസിങ് ഹോർമോൺ. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗൊണാഡോട്രോഫിൻസ് എന്ന ഹോർമോൺസ് റിലീസ് ചെയ്യും. GnRH പോയി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗൊണാഡോട്രോഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് ഹോർമോൺ ഈസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. എക്സാമ്പിൾ, സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഫോർ എക്സാമ്പിൾ, സൊമാറ്റോസ്റ്റാറ്റിൻ എന്നത് ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയി ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ദാറ്റ് ഈസ് ദ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ഫ്രം ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും നിർത്തിവെക്കാനും ആരാണ് നിർദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. റിലീസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. തേർഡ് ഹോർമോൺ ഫ്രം ഹൈപ്പോതലാമസ് ഈസ് ഓക്സിറ്റോസിൻ. Stimulates contraction of uterus at the time of childbirth, stimulate milk ejection from the mammary gland. So oxytocin helps in childbirth and also production of milk from mammary gland. That is, smooth muscles നെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. യൂട്രസിൽ കാണുന്നത് സ്മൂത്ത് മസിലാണ്. ഡെലിവറി സമയത്ത് യൂട്രസിലുള്ള സ്മൂത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. അതേപോലെ തന്നെ മാമറി ഗ്ലാൻഡിൽ നിന്നും മിൽക്ക് ഇജക്റ്റ് ചെയ്യാനും ഓക്സിറ്റോസിൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ഈസ് വാസോപ്രസിൻ. സ്റ്റിമുലേറ്റ് റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നി ആൻഡ് ദെയർബൈ റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, ദാറ്റ് ഈസ് ഡയൂറസിസ്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ADH. So vasopressin is otherwise called ADH or anti-diuretic hormone because it prevents diuresis. Diuresis means loss of water through urine. That is, vasopressin helps to reabsorb water from kidney. കിഡ്നീൻ്റെ ഫങ്ഷനാണ് യൂറിൻ ഫോർമേഷൻ. കിഡ്നിയിലുള്ള വാട്ടർ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ്.
കിഡ്നിയിലുള്ള വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് യൂറിൻ വഴി വെള്ളം നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ഡയൂറസിസ് പ്രിവെൻറ്റ് ചെയ്യാം. സോ വാസോപ്രസിന് പറയുന്നത് ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ്. യൂറിൻ വഴി എക്സ്ട്രാ വാട്ടർ നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ADH ഓർ വാസോപ്രസിൻ. So oxytocin is the childbirth hormone and also helps in milk ejection. Vasopressin helps in reabsorption of water from the kidney. Vasopressin prevent diuresis, so it is called anti-diuretic hormone. Second gland, pituitary gland, located in a bony cavity called sella turcica, attached to hypothalamus by a stalk. Sella turcica എന്ന bony cavity കകത്താണ് pituitary glandന്റെ ലൊക്കേഷൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു സ്റ്റോക്ക് വഴി ഹൈപ്പോതലാമസുമായി അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഹൈപ്പോതലാമസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റോക്ക് ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് എ ബോണി ക്യാവിറ്റി കോൾഡ് സെല്ല ടേഴ്സിക്ക. ഒബ്സർവ് ദ ഫിഗർ. സോ ദിസ് ഈസ് ദ ഫിഗർ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 ലോബ്സ് കാണാം. ഇറ്റ് ഹാസ് 2 ലോബ്സ്, അഡിനോ ഹൈപ്പോഫൈസിസ് ഓർ ആൻറ്റീരിയർ ലോബ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓർ പോസ്റ്റീരിയർ ലോബ്. So pituitary gland has 2 lobes, adenohypophysis or anterior lobe, neurohypophysis or posterior lobe. Anterior lobe കാണുന്ന 2 പാർട്സ് ആണ് പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇന്റർമീഡിയ. പാർസ് ഡിസ്റ്റാലിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് GH, PRL, TSH, ACTH, LH ആൻഡ് FSH. പാർസ് ഇന്റർമീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ MSH. ന്യൂറോഹൈപ്പോഫൈസിസ് ഓർ പോസ്റ്റീരിയർ ലോബിൻ്റെ പാർട്ടാണ് പാസ് നെർവോസ, നോട്ട് പ്രൊഡ്യൂസിങ് എനി ഹോർമോൺസ് ബട്ട് സ്റ്റോർ ആൻഡ് റിലീസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. പോസ്റ്റീരിയർ ലോബ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്യുക എന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഹോർമോൺ ബട്ട് ഇറ്റ് ഈസ് സ്റ്റോറിങ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഇനി ഓരോ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും നോക്കാം. സോ ഫസ്റ്റ് വൺ GH. GH മീൻസ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഓഫ് ദ ബോഡി ഈസ് ദ ഫങ്ഷൻ. ബോഡി ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് GH. നെക്സ്റ്റ് വൺ PRL, പ്രോലാക്റ്റിൻ. ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്, ഫോർമേഷൻ ഓഫ് മിൽക്ക്. മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനും മിൽക്ക് ഫോർമേഷനും സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ ആണ്. നെക്സ്റ്റ് വൺ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. ആൻഡ് നെക്സ്റ്റ് വൺ ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് അഡ്രീനൽ കോർട്ടെക്സ് ഹോർമോൺസ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ACTH. LH മീൻസ് ല്യൂട്ടനൈസിങ് ഹോർമോൺ. In male, stimulate the synthesis and secretion of androgens from testis. In female, helps in ovulation and maintains corpus luteum. LHൻ്റെ ഫംഗ്ഷൻ മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആണ്. In male, what is its function? Stimulate the synthesis and secretion of androgen from testis. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോണാണ് ആൻഡ്രോജൻസ്. ടെസ്റ്റിസിൽ നിന്നും ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് LH ആണ്. ഇൻ ഫീമെയിൽ ഹെൽപ്സ് ഇൻ ഓവുലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ കോർപ്പസ് ലൂട്ടിയം. ഫീമെയിലിൻ്റെ കേസിൽ ഓവമാണ് ഗാമേറ്റ്. ഓവം ഫോം ചെയ്യുന്നത് ഓവറിയിലാണ്. ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ഓവുലേഷന് സഹായിക്കുന്നത് LH ആണ്. ഓവുലേഷന് ശേഷം ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും LH ആണ്. FSH means follicle stimulating hormone. In male, stimulates spermatogenesis. In female, helps in the growth of ovarian follicle. Sperm formation, that is spermatogenesisന് സഹായിക്കുന്നത് FSH ആണ്. സ്പേം ആണ് മെയിൽ ഗാമറ്റ്. സോ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജനസിസ്. ഇൻ ഫീമെയിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ. ഓവറിക്കകത്ത് കാണുന്ന ഫോളിക്കിൾസ് ആണ് ഒവേറിയൻ ഫോളിക്കിൾ. സോ ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനും സഹായിക്കുന്നത് FSH ആണ്. MSH മീൻസ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിഗ്മെൻറ്റേഷൻ ഓഫ് ദ സ്കിൻ. സ്കിൻ പിഗ്മെൻറ്റേഷന് സഹായിക്കുന്നത് MSH ആണ്. So all these are the hormones produced by anterior lobe of pituitary gland. Posterior lobe is not producing any hormone.
Instead, it is storing oxytocin and vasopressin. Next gland, pineal gland. Located on the dorsal side of forebrain, pineal gland secretes a hormone called melatonin. ഫോർബ്രെയിൻ്റെ ഡോർസൽ സൈഡിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ വാട്ട് ഈസ് ദാറ്റ്? മെലാറ്റോണിൻ. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മെലാറ്റോണിൻ. ഫങ്ഷൻസ് ഓഫ് മെലാറ്റോണിൻ regulates a 24-hour or diurnal rhythm of our body, that is sleep-wake cycle, body temperature, etc. 24-hour rhythm മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. ഫോർ എക്സാമ്പിൾ സ്ലീപ്പിംഗ്, വേക്കിംഗ് അപ്പ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. ആൻഡ് ഓൾസോ ബോഡി ടെമ്പറേച്ചർ. ഇൻഫ്ലുവൻസസ് മെറ്റബോളിസം, പിഗ്മെൻറ്റേഷൻ, മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഡിഫൻസ് കാപ്പബിലിറ്റി. ഏതൊക്കെ പ്രോസസ്സിനെ ഈ ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? Metabolism, that is chemical reaction taking place in our body, pigmentation, menstrual cycle and defense capability. Next gland, thyroid gland, located on either side of the trachea. Observe the figure. Trachea or windpipe-ന്റെ രണ്ട് സൈഡിലായി കാണുന്ന gland ആണ് thyroid gland. Okay, it is located on either side of trachea. Composed of two lobes. Both are interconnected with the isthmus. തൈറോയിഡ് ഗ്ലാൻഡിൽ രണ്ട് ലോബ്സ് ഉണ്ട്. രണ്ട് ലോബ്സിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് ഇസ്തമസ് ആണ്. ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളിക്കിൾസ് വിച്ച് കണ്ടെയ്ൻ ഫോളിക്കുലാർ സെൽസ്. ദീസ് ഫോളിക്കുലാർ സെൽസ് സിന്തസൈസ് ഹോർമോൺസ്. തൈറോയിഡ് ഗ്ലാൻഡിൽ ഫോളിക്കുലാർ സെൽസ് കാണാം. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോളിക്കുലാർ സെൽസ് ആണ്. വിച്ച് ആർ ദ തൈറോയിഡ് ഗ്ലാൻഡ് ഹോർമോൺസ്? ടെട്രാ അയഡോതൈറോണിൻ ഓർ തൈറോക്സിൻ T4, ട്രൈ അയഡോതൈറോണിൻ ഓർ T3. What is its function? Regulates the basal metabolism, red blood cell RBC formation, control the metabolism of carbohydrate, protein and fat, maintenance of water and electrolyte balance. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? മെറ്റബോളിസം, ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. RBC ഫോർമേഷന് സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതിൻ്റെയൊക്കെ മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. ആൻഡ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയും T4 ആൻഡ് T3 ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഹോർമോൺ തൈറോകാൽസിറ്റോണിൻ TCT ഡിക്രീസസ് ദ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. ബ്ലഡിലുള്ള കാൽഷ്യം ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് TCT. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പോകാൽസിമിക് ഹോർമോൺ. വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പോകാൽസിമിക് ഹോർമോൺ? Because it helps to decrease the calcium level in blood. Next gland is parathyroid gland. 4 parathyroid glands are present on the back side of the thyroid gland. Secrete a peptide hormone called parathyroid hormone PTH. It is hypercalcemic hormone. So where is the location of parathyroid gland? On the back side of thyroid gland, and it produces a hormone called PTH, parathyroid hormone. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഗ്ലാൻഡാണ്, 4 ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ PTH ഓർ പാരാതൈറോയിഡ് ഹോർമോൺ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് PTH ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ഫങ്ഷൻസ് ഓഫ് PTH ഇൻക്രീസസ് ദ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ബൈ ഫോളോവിങ് മെത്തേഡ്സ്. ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയൊക്കെ സഹായിക്കുന്നു? ഡിസൊല്യൂഷൻ ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ്, റീഅബ്സോർബിംഗ് കാൽഷ്യം ബൈ ദ റീനൽ ട്യൂബ്യൂൾസ്, ഇൻക്രീസിംഗ് കാൽഷ്യം അബ്സോർപ്ഷൻ ഫ്രം ദ ഡൈജസ്റ്റഡ് ഫുഡ്. ബ്ലഡിൽ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോൺസിൽ നിന്നും കാൽഷ്യം എടുക്കും, കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും കാൽഷ്യം റീഅബ്സോർബ് ചെയ്യും, ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും കാൽഷ്യം അബ്സോർബ് ചെയ്യും. ഈ പ്രോസസ്സിനൊക്കെ സഹായിക്കുന്നത് PTH or parathyroid hormones ആണ്. Next gland is thymus gland. Located on the dorsal side of the heart and the aorta, secretes the peptide hormone called thymosin. ഹാർട്ടിൻ്റെ ഡോർസൽ സൈഡിൽ കാണുന്ന ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിൻ. ഫങ്ഷൻസ് ഓഫ് തൈമോസിൻ പ്രൊഡ്യൂസ്ഡ് ബൈ തൈമസ് ഗ്ലാൻഡ്. മെയിൻ ഫങ്ഷൻ ഇമ്മ്യൂണിറ്റി ആണ്. തൈമോസിൻ്റെ മെയിൻ ഫങ്ഷൻ നമുക്ക് ഇമ്മ്യൂണിറ്റി ഓർ പ്രതിരോധ ശക്തി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ഹെൽപ്സ് ഇൻ ദ ഡിഫറൻസിയേഷൻ ഓഫ് T lymphocyte which provide cell mediated immunity, increases the production of antibodies to provide humoral immunity.
So this hormone helps in the production of T lymphocyte and antibodies. T lymphocyte and antibodies helps in immunity. T lymphocyte immunity provide ചെയ്യുന്ന സെല്ലാണ്. ആൻറ്റിബോഡീസ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോട്ടീനാണ്. ടി ലിംഫോസൈറ്റിനെയും ആൻറ്റിബോഡീസിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡാണ് ഹോർമോൺ തൈമോസിൻ. Degenerates with aged individuals, resulting in a decreased production of thymosin. As a result, the immune responses of older persons become weak. തൈമസ് ഗ്ലാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏജ് ആവുന്നതിനനുസരിച്ച് ഗ്ലാൻഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. സോ ഏജ്ഡ് ഇൻഡിവിജ്വൽസിൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ് കുറവായിരിക്കും, ഹോർമോൺ പ്രൊഡക്ഷൻ കുറവായിരിക്കും, സോ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ഇൻ ഓൾഡ് പീപ്പിൾ immunity is weak because the size of thymus gland reduces as per increase in age. Next is adrenal gland. Observe the figure, you can see the adrenal gland. One pair of adrenal gland, one at the anterior part of each kidney. Kidney in the anterior part il കാണുന്ന gland ആണ് adrenal gland. Adrenal gland in the outer part ആണ് cortex, inner part medulla. Observe this figure, you can see outer part cortex and inner part medulla. Outer part of adrenal gland is called cortex. It produces group of hormones called corticoids. Cortex produce ചെയ്യുന്ന hormones ആണ് corticoids. Example, glucocorticoid and mineralocorticoid. Glucocorticoid ഒരു എക്സാമ്പിൾ ആണ് cortisol hormone. മിനറലോകോർട്ടിക്കോയിഡിന് എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ ഹോർമോൺസ്. ആൻഡ് കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ മെഡുല്ല ഇന്നർ പാർട്ട് പ്രൊഡ്യൂസസ് കാറ്റക്കോളമൈൻസ്. മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കാറ്റക്കോളമൈൻസ്. എക്സാമ്പിൾ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. സോ ഈ ഹോർമോൺസിനെ പറയുന്നത് കാറ്റക്കോളമൈൻസ് എന്നാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡുല്ല പാർട്ട് ഓഫ് adrenal gland. Let us study about each hormones in detail. First one, cortisol. Stimulate gluconeogenesis, lipolysis and proteolysis. So cortisolന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോനിയോജനസിസ്, ലിപ്പോലിസിസ് ആൻഡ് പ്രോട്ടിയോലിസിസ് ഈ മൂന്ന് പ്രോസസ്സിനെ സഹായിക്കുന്നു. ഗ്ലൂക്കോനിയോജനസിസ് മീൻസ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന പ്രോസസ്. ലിപ്പോലിസിസ് മീൻസ് ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്. പ്രോട്ടിയോലിസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്. Second function, inhibits cellular uptake and utilization of amino acids. Amino acids in the utilization prevent ചെയ്യുന്നു. Maintain the cardiovascular and kidney functions. Cardiovascular, that is heart and kidney functions maintain ചെയ്യുന്നു. Produces anti-inflammatory reactions and suppress the immune response. Anti-inflammatory reactions produce ചെയ്ത് immune system അല്ലെങ്കിൽ immune responseനെ suppress ചെയ്യുന്നു, stop ചെയ്യുന്നു. Stimulate the RBC production. RBC പ്രൊഡക്ഷന് സഹായിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. റെഗുലേറ്റ് ദ ബാലൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. മെയിൻറ്റെയിൻ ബോഡി ഫ്ലൂയിഡ് വോളിയം, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ബ്ലഡ് പ്രഷർ. സോ ഏതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ബോഡിയിലുള്ള ഫ്ലൂയിഡ് വോളിയം, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓൾസോ BP, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് ദ റീ അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫ്രം റീനൽ ട്യൂബ്യൂൾസ്. കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും വാട്ടറും സോഡിയവും റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് പ്ലേ എ റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ, പ്യൂബിക് ഹെയർ ആൻഡ് ഫേഷ്യൽ ഹെയർ ഡ്യൂറിങ് പ്യൂബർട്ടി. പ്യൂബർട്ടി സമയത്ത്, ഒരാൾ മെച്ചുർ ആവുന്ന സമയത്ത് ഫേസിലും അതേപോലെ റീപ്രൊഡക്റ്റീവ് ഏരിയാസിലും ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നത് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ആണ്. Next one, catecholamines, adrenaline and noradrenaline, epinephrine or norepinephrine. They are rapidly secreted in response to overcome any emergency situation. Emergency hormones, hormones of fight or flight. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാലാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ ഹോർമോൺസിന് എന്ത് പറയും? എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. And because of the production of adrenaline and noradrenaline, what happens in our body? Increases alertness, pupillary dilation, piloerection, sweating, etc. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അലേർട്ട്നെസ് കൂടും, കണ്ണിൻ്റെ പ്യൂപ്പിൾ ഡയലേറ്റ് ഓർ എക്സ്പാൻഡ് ആകും, പൈലോ ഇറക്ഷൻ സ്കിന്നിൻ്റെ മേലെയുള്ള ഹെയർ ഇറക്റ്റ് ആകും, സ്വെറ്റ് ചെയ്യും. ഇൻക്രീസസ് ദ ഹാർട്ട് ബീറ്റ്, ദ സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് കോൺട്രാക്ഷൻ ആൻഡ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ.
നമ്മൾ എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ, റെസ്പിറേഷൻ റേറ്റ് കൂടും. സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറും. കാരണം നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എനർജി വേണം. സോ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറും, ഗ്ലൂക്കോസ് എനർജി പ്രൊവൈഡ് ചെയ്യും. സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ, ലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ബ്രേക്ക് ഡൗൺ നടക്കും. സോ ഓൾ ദീസ് ആക്ഷൻ ഹെൽപ്പ് us to escape from the emergency situation. Next gland is pancreas, located between the limbs of duodenum. It is a mixed or composite gland which act as both exocrine and endocrine glands. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ് ഡിയോഡിനം. ഡിയോഡിനത്തിനടുത്തായി കാണുന്ന ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് എക്സോക്രൈൻ ഗ്ലാൻഡായും എൻഡോക്രൈൻ ഗ്ലാൻഡായും ആക്ട് ചെയ്യാൻ സാധിക്കും. പാൻക്രിയാസിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണുന്ന സെൽസ് ആണ് ആൽഫ സെൽ ആൻഡ് ബീറ്റ സെൽ. ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കഗൺ, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ. സോ ദർ ആർ ടു ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ്, glucagon and insulin. First one, glucagon, also called a hyperglycemic hormone, increases blood glucose level. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഗ്ലൂക്കഗൺ ആണ്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? ബൈ ആക്ടിംഗ് ഓൺ ദ ഹെപ്പറ്റോസൈറ്റ്, ദാറ്റ് ഈസ് ലിവർ സെൽ, ആൻഡ് സ്റ്റിമുലേറ്റ് glycogenolysis, that is breakdown of glycogen to glucose. Stimulate gluconeogenesis also, reduces the cellular glucose uptake and utilization. എന്തൊക്കെയാണ് ഗ്ലൂക്കഗണിൻ്റെ ഫംഗ്ഷൻ? ഹെപ്പറ്റോസൈറ്റ്സ്, ദാറ്റ് ഈസ് ലിവർ സെൽസിൽ പോയി ഗ്ലൈക്കോജനോളിസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്ലൈക്കോജനോളിസിസ് മീൻസ് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. അതേപോലെ ഗ്ലൂക്കോനിയോജനസിസും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്ലൂക്കോനിയോജനസിസ് മീൻസ് പുതുതായി ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന പ്രോസസ്സ്. സോ ഇത് രണ്ട് പ്രോസസ്സ് വഴി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഗ്ലൂക്കോസ് സെല്ല് യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കഗൺ സഹായിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ഓഫ് പാൻക്രിയാസ് ഈസ് ഇൻസുലിൻ ഓർ ഹൈപ്പോഗ്ലൈസെമിക് ഹോർമോൺ, ഡിക്രീസസ് ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇൻസുലിൻ ആണ്. ഹൗ? ബൈ ആക്ടിംഗ് ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് എഡിപ്പോസൈറ്റ്സ് and enhances cellular glucose uptake and utilization, stimulates glycogenesis, that is conversion of glucose to glycogen. And how insulin decreases glucose level in blood? ബ്ലഡിൽ നിന്നും സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു. സോ ഗ്ലൂക്കഗൺ ഹെൽപ്സ് ടു ഇൻക്രീസ് ഗ്ലൂക്കോസ് ലെവൽ. Insulin helps to decrease glucose level. Next gland is testis. This is seen only in male. Located in the scrotal sac. Scrotal sac-il കാണുന്ന male gland ആണ് testis. It is formed of seminiferous tubules and interstitial or stromal tissues. ടെസ്റ്റിസിനകത്ത് seminiferous tubules എന്ന് പറയുന്ന സെൽസ് കാണാം. Also interstitial or stromal tissues. Leydig or interstitial cells in the intertubular spaces produce hormones called androgens. Example for androgen is testosterone. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസിലുള്ള ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിന് എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഫങ്ഷൻസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഓർ മെയിൽ സെക്സ് ഹോർമോൺ: സ്റ്റിമുലേറ്റ് ദ മെയിൽ സെക്ഷൽ ബിഹേവിയർ. മെയിൽ സെക്ഷൽ ബിഹേവിയർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലിബിഡോ. റെഗുലേറ്റ് ദ ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് മെയിൽ അസസറി സെക്സ് ഓർഗൻസ്. മെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റും മെച്ചുറേഷനും ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് മസ്കുലാർ ഗ്രോത്ത്, ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് ഓഫ് വോയിസ് എക്സെട്ര. സോ ഏതൊക്കെ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നു? മസിൽ ഗ്രോത്ത്, ഫേഷ്യൽ ആൻഡ് ആക്സിയൽ ഹെയർ ഗ്രോത്ത്, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് സ്പേം, ദാറ്റ് ഈസ് സ്പെർമറ്റോജനസിസ്. സ്പേം ഫോർമേഷന് സഹായിക്കുന്നു. സ്പേം ആണ് മെയിൽ ഗാമറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് ഓവറി. ദിസ് ഈസ് സീൻ ഓൺലി ഇൻ ഫീമെയിൽസ്. ലൊക്കേറ്റഡ് ഇൻ ദ ഫീമെയിൽ അബ്ഡോമൻ. ഫീമെയിൽ അബ്ഡോമനിൽ കാണുന്ന ഗ്ലാൻഡാണ് ഓവറി. പെയർ ഓഫ് ഓവറീസ് ഈസ് ഫോംഡ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ്. ഓവറിയിൽ കാണുന്ന സെൽസ് ആണ് ഒവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് സ്ട്രോമൽ ടിഷ്യൂസ്. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ഈസ്ട്രജൻ. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ് ഈസ്ട്രജൻ. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾസ് form a structure called corpus luteum.
ഒവേറിയൻ ഫോളിക്കിൾസ് പിന്നീട് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറായി മാറും. ആൻഡ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. സോ ഫീമെയിൽ ഹോർമോൺസ് ഏതൊക്കെയാണ്? ദേ ആർ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. And what are the functions of estrogen and progesterone? First one, estrogen stimulate the growth and activities of female secondary sex organs. Female sex organs in the growth in സഹായിക്കുന്നു. Stimulate development of growing ovarian follicle. Ovarian follicles in the development in സഹായിക്കുന്നു. ഓവറിക്കകത്ത് കാണുന്ന follicles ആണ് ovarian follicles. Appearance of female secondary sex characters like high pitch of voice, etc. സോ ഫീമെയിൽസിൻ്റെ ഹൈ പിച്ച് ഓഫ് വോയിസിന് കാരണം ഈസ്ട്രോജൻ ഹോർമോണാണ്. മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് ഈസ്ട്രോജൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ഇൻ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ്. റെഗുലേറ്റ് ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ. ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. നെക്സ്റ്റ് വൺ, പ്രൊജസ്റ്റിറോൺ സപ്പോർട്ട്സ് പ്രഗ്നൻസി. പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. ആക്ട് ഓൺ ദ മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളായി, സാക്ക് വിച്ച് സ്റ്റോർ മിൽക്ക് ആൻഡ് മിൽക്ക് സെക്രീഷൻ. And what is its other function? It works on mammary gland. Mammary glandil work ചെയ്ത് ആൽവിയോളൈ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൽവിയോളൈ എന്ന് പറയുന്നത് മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ്. മാമറി ഗ്ലാൻഡിൻ്റെ അകത്ത് കാണുന്ന മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് ആൽവിയോളൈ. സോ ആൽവിയോളൈ ഫോർമേഷനും മിൽക്ക് സെക്രീഷനും സഹായിക്കുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. നെക്സ്റ്റ് ഹെഡിങ്, ഹോർമോൺ ഡിസോർഡേഴ്സ്. ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുതലായാലോ കുറവായാലോ വരുന്ന ഡിസീസസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്, ഹോർമോൺ ഡിസോർഡേഴ്സ്. ഫസ്റ്റ് വൺ, ഡ്വാർഫിസം. വാട്ട് ഈസ് ദ റീസൺ? ലോ പ്രൊഡക്ഷൻ ഓഫ് GH ഇൻ ചൈൽഡ്ഹുഡ്. GH മീൻസ് ഗ്രോത്ത് ഹോർമോൺ. സോ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ, ചൈൽഡ്ഹുഡിൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡ്വാർഫിസം വരും. ഡ്വാർഫ് പീപ്പിൾ. ഓക്കെ, സിംറ്റംസ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല, വളർച്ച കുറവായിരിക്കും. ജൈജാൻഡിസം, ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്താൽ ജൈജാൻഡിസം വരും. ഓക്കെ, എബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി എബ്നോർമലായി വളരും, ബോഡി കൂടുതലായി വളരും. അക്രോമെഗാലി, ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട്ഹുഡിൽ, അതായത് ചൈൽഡ്ഹുഡിലല്ല അഡൾട്ടായ ശേഷം ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ അക്രോമെഗാലി വരും. ആൻഡ് വാട്ട് ഈസ് ദ സിംറ്റം? ഡിസ്ഫിഗർമെൻറ്റ് ഇൻ ഫേസ്. ഫേസിൻ്റെ സ്ട്രക്ചർ, ഫിഗറിൽ മാറ്റം വരും, ഫേസിൻ്റെ ഫിഗർ മാറും. ഓക്കെ, സ്ട്രക്ചർ മാറും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ലോ പ്രൊഡക്ഷൻ ഓഫ് ADH ഓർ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരും. ആൻഡ് വാട്ട് ഈസ് ദ സിംറ്റം? ഡയൂറസിസ്. ദാറ്റ് മീൻസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ വഴി കൂടുതൽ വാട്ടർ നഷ്ടപ്പെടും. ആൻഡ് ദെയർ ബൈ ഡീഹൈഡ്രേഷൻ മീൻസ് ബോഡിയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ. സോ ബിക്കോസ് ഓഫ് ദിസ് ഡീഹൈഡ്രേഷൻ ഒക്യൂർസ്. നെക്സ്റ്റ് ഡിസോർഡർ, ഹൈപ്പോതൈറോയിഡിസം. ലോ സിന്തസിസ് ഓഫ് തൈറോക്സിൻ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ഡെഫിഷ്യൻസി കാരണം തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. ഓക്കെ, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും, സ്വെല്ല് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗോയിറ്റർ. ഡ്യൂറിങ് പ്രഗ്നൻസി എഫക്റ്റ് ദ ബേബി കോസിങ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, ക്രെറ്റിനിസം, മെൻ്റൽ റിട്ടാർഡേഷൻ, ലോ IQ, എബ്നോർമൽ സ്കിൻ, ഡഫ് മ്യൂട്ടിസം, എക്സെട്ര. ചൈൽഡിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. സോ അത് കാരണം ചിൽഡ്രനിൽ ഗ്രോത്ത് കുറവായിരിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്ത്, ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ക്രെറ്റിനിസം. സോ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറവ് കാരണം ചിൽഡ്രനിൽ വരുന്ന ഡിസീസാണ് ക്രെറ്റിനിസം. ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? മെൻ്റൽ റിട്ടാർഡേഷൻ, ലോ IQ, abnormal skin, deaf mutism, etc. And also it affect menstrual cycle. Irregular menstrual cycle will occur. Next one, hyperthyroidism. Hyper means over, hypo means low. Hyperthyroidism, over secretion of thyroxine due to cancer of thyroid gland. Thyroid glandilലുള്ള ക്യാൻസർ കാരണം തൈറോക്സിൻ പ്രൊഡക്ഷൻ കൂടുതലായാൽ ഹൈപ്പർതൈറോയിഡിസം എന്ന് പറയും. എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് വിത്ത് പ്രൊട്രൂഡഡ് ഐബോൾ. തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും, കൂടെ തന്നെ ഐബോൾ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യും, പുറത്തേക്ക് തള്ളി നിൽക്കും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇൻക്രീസ്ഡ് മെറ്റബോളിസം, വെയ്റ്റ് ലോസ്. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, വെയ്റ്റ് നഷ്ടപ്പെടും, വെയ്റ്റ് ലോസ് ഉണ്ടാകും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രേവ്സ് ഡിസീസ്. അഡിസൺസ് ഡിസീസ്. റീസൺ, അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിക്കൽ ഹോർമോൺസ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. ദറ്റ് മീൻസ് ലോ പ്രൊഡക്ഷൻ ആണെങ്കിൽ അഡിസൺസ് ഡിസീസ് വരാം.
അക്യൂട്ട് വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ് ഡ്യൂ ടു ലോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. സിംറ്റംസ് എന്തൊക്കെയാണ്? വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ്. ഫറ്റീഗ് മീൻസ് ടയർഡ്നെസ് ബിക്കോസ് ഓഫ് ലോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കുറയും, അത് കാരണം വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ് വരും. നെക്സ്റ്റ് വൺ, ഡയബറ്റീസ് മെലിറ്റസ്. പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ, ലോ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ. ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. യൂറിൻ വഴി ഗ്ലൂക്കോസ് നഷ്ടപ്പെടും. ഫോർമേഷൻ ഓഫ് കീറ്റോൺ ബോഡീസ്. യൂറിനിൽ കീറ്റോൺ ബോഡീസ് ഫോം ചെയ്യും. നെക്സ്റ്റ് വൺ, ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ അതർ ഓർഗൻസ്. Actually, hormones are produced by endocrine glands, but other organs also produce hormones. Let us find out which are they. First one, heart. Which part of heart? Heart in the arterial wall produces a hormone called ANF, arterial natriuretic factor. And what is its function? Decreases the blood pressure by dilating the blood vessel. Blood vessel size increase ചെയ്യാൻ സഹായിച്ച് ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത് ANF ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, കിഡ്നി. കിഡ്നിയിലുള്ള ജുക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയസിസ്. എറിത്രോപോയസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് RBC. സോ RBC ഫോർമേഷനെ സഹായിക്കുന്നത് എറിത്രോപോയറ്റിൻ. നെക്സ്റ്റ് ഓർഗൻ, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള എൻഡോക്രൈൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK called cystokinin, gastric inhibitory peptide or GIP. And what is the function of gastrin? Stimulate gastric gland to secrete HCl and pepsinogen. Gastric glandsine, stomachil കാണുന്ന gastric glandsine stimulate ചെയ്ത് HCLും പെപ്സിനോജനും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സെക്രീറ്റിൻ, stimulate the exocrine pancreas to secrete water and bicarbonate. എക്സോക്രൈൻ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് പ്രൊഡക്ഷനെ സഹായിക്കും. ആൻഡ് കോൾഡ് cystokinin or CCK stimulate pancreas to secrete pancreatic enzymes. Stimulate gallbladder to secrete bile juice. പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പാൻക്രിയാറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഗോൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ഓർ GIP. ഇൻഹിബിറ്റ് ഗാസ്ട്രിക് സെക്രീഷൻ. ഗാസ്ട്രിക് പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇൻഹിബിറ്റ് മോട്ടിലിറ്റി ഓഫ് ഗട്ട്. ഗട്ട് മീൻസ് ഇൻഡസ്റ്റൈൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. Other non-endocrine tissues produce certain growth factors. It helps in growth, repairing, regeneration of the tissues. ടിഷ്യൂസിൻ്റെ ഗ്രോത്ത്, റിപ്പയറിങ്, റീജനറേഷനൊക്കെ സഹായിക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സും മറ്റുള്ള നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ്. സോ ഹോർമോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ 4 മേജർ ഗ്രൂപ്പ്സ്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഇതൊക്കെയും പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. സ്റ്റിറോയിഡ്സ്, എക്സാമ്പിൾ കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ, എസ്ട്രാഡിയോൾ, പ്രൊജസ്റ്റിറോൺ ഇതൊക്കെ സ്റ്റിറോയിഡ്സ് ആണ്. അയഡോതൈറോണിൻസ് എക്സാമ്പിൾ തൈറോയിഡ് ഹോർമോൺസ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിന് എക്സാമ്പിളാണ് എപ്പിനെഫ്രിൻ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ്. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഹൗ ഹോർമോൺസ് ആർ വർക്കിംഗ്. ഓക്കെ, ലെറ്റ് us see. Hormones released by the endocrine cells diffuse into nearby blood capillaries. So from the glands, hormones directly diffuse into blood capillaries. Glandsൽ നിന്നും ഹോർമോൺസ് ബ്ലഡ് കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്യും. ഇറ്റ് റീച്ചസ് എവറി സെൽ ത്രൂ സർക്കുലേറ്റിംഗ് ബ്ലഡ്. ബ്ലഡിലൂടെ എല്ലാ സെൽസിലേക്കും ഹോർമോൺസ് മൂവ് ചെയ്യും. ഓൺലി ദ ടാർഗറ്റ് ടിഷ്യൂ വിത്ത് സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ക്യാൻ ആക്സെപ്റ്റ് ദ റെസ്പെക്റ്റീവ് ഹോർമോൺസ്. ഓരോ ഹോർമോൺസിനും അതിൻ്റെ റിസെപ്റ്റേഴ്സ് ഉള്ള സെൽസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഓരോ ഹോർമോൺസിനും അതിൻ്റെ ടാർഗറ്റ് സെല്ലിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെയർ ബൈ പ്രൊഡ്യൂസ് എ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. സോ ഹോർമോൺസ് പോയി സെല്ലിലുള്ള റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യും. അത് കാരണം സെല്ലിനകത്ത് ചേഞ്ചസ് നടക്കും. ഹോർമോൺ റിസെപ്റ്റേഴ്സ്. സോ ഹോർമോൺസ് വിൽ ബൈൻഡ് ടു ദ റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ് ഓൺ ദ ടാർഗറ്റ് സെൽ. ടാർഗറ്റ് സെല്ലിൽ കാണുന്ന റിസെപ്റ്റേഴ്സിൻ്റെ മേലെയാണ് ഹോർമോൺസ് ബൈൻഡ് ചെയ്യുക. And there are 2 types of receptors. First one, membrane bound receptors. The receptors which are seen on membrane. മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന റിസെപ്റ്റേഴ്സ് ആണ് മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റേഴ്സ്. ഹോർമോൺസ് കനോട്ട് എൻറ്റർ ദ ടാർഗറ്റ് സെൽ. ഇങ്ങനെയുള്ള റിസെപ്റ്റേഴ്സ് ആണെങ്കിൽ ഹോർമോൺസ് കനോട്ട് എൻറ്റർ ഇൻസൈഡ് ദ സെൽ. ദേ ആക്ട് ഓൺ ദ സെൽ സർഫസ്. സെൽ സർഫസിലായിരിക്കും ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുക. ഹോർമോൺ ബൈൻഡ് ടു മെംബ്രെയിൻ റിസെപ്റ്റർ. ഹോർമോൺ റിസെപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. And what is formed? Hormone receptor complex is formed. ഹോർമോൺ
റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫോർമേഷൻ ഓഫ് എ കോംപ്ലെക്സ് ജനറേറ്റ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഫോം ചെയ്യും. പ്രൊഡ്യൂസ് സർട്ടൻ ബയോകെമിക്കൽ ചേഞ്ചസ് ഇൻ ദ ടാർഗറ്റ് ടിഷ്യൂ മെറ്റബോളിസം. ടാർഗറ്റ് ടിഷ്യൂക്കകത്ത് നടക്കുന്ന മെറ്റബോളിസത്തിലെ ചേഞ്ചസ് വരും. പ്രൊഡ്യൂസ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്, അത് കാരണം ഫിസിയോളജിക്കൽ റെസ്പോൺസ് വരും. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നത് സെല്ലിന് പുറത്ത് കാണുന്ന റിസപ്റ്റേഴ്സിലാണ്. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിലാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ഈസ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. ഹിയർ ദ റിസപ്റ്റർ ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ. അതുകൊണ്ട് ഹോർമോൺസ് എൻറ്റർ ദ സെൽ. ഹോർമോൺസ് സെല്ലിനകത്തേക്ക് എൻറ്റർ ചെയ്യും. റിസപ്റ്റേഴ്സ് ആർ സീൻ ഇൻസൈഡ് ദ സെൽ. ഹോർമോൺസ് ഇൻറ്ററാക്ട് വിത്ത് ക്രോമോസോംസ്, ജീൻസ് എക്സെട്ര. ഹോർമോൺസ് ക്രോമോസോംസുമായും ജീൻസുമായും ഇൻറ്ററാക്ട് ചെയ്യും. ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഒക്യൂർ. അത് കാരണം ബയോകെമിക്കൽ റെസ്പോൺസ് നടക്കും, ഫിസിയോളജിക്കൽ റെസ്പോൺസ് നടക്കും. എക്സാമ്പിൾ സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഐഡോതൈറോണിൻസ് എക്സെട്ര ആർ വർക്കിംഗ് ലൈക്ക് ദിസ്. So this chapter discussion is over. Hope you understood. Thank you for listening.